പ്രതീഷ് തിരുവമ്പാടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് നമ്മളെ മോർണിംഗ്. പലതരം പാട്ടുകൾ കേട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മെലഡി കേട്ടു, അതെ. സൂഫി സംഗീതം കേട്ടു. അപ്പൊ ഇന്ന് നാടൻ പാട്ടിൽ പിടിക്കാതെ വരും. രാവിലെ എഴുന്നേറ്റപ്പോഴേ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കലാഭവൻ മണിയുടെ അതേ ശബ്ദം, അതേ പാട്ട്. കലാഭവൻ മണി ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ, ഇനി ഞാൻ വിചാരിച്ചു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുവെച്ചാണ്. പിന്നീടാണ് ആർട്ടിഫിഷ്യൽ അല്ല, തനി ഇന്റലിജൻസ് ആണത്. അതെ, റിയൽ ഇന്റലിജൻസ്. അതെ. ഗംഭീര പാട്ടുകൾ പാടി തന്നു. ഈ പരിപാടിക്ക് പോകാത്ത സമയത്ത് എന്താ പരിപാടി? ഒരു പണിക്കും തേപ്പ് പടവ്. ഇപ്പൊ എന്തൊക്കെയാ പ്രധാനമായിട്ടും ചെയ്യുന്ന പണികൾ? ബിൽഡിംഗ് വർക്കാണ്. ബിൽഡിംഗ് വർക്ക്. അപ്പൊ ആ സമയത്തൊക്കെ ഈ കിട്ടുന്ന ഇടവേളകളിൽ കലാഭവൻ മണിയൊക്കെ ഓർമ്മിക്കാറുണ്ടോ സഹപ്രവർത്തകർക്കൊക്കെ? ശരിക്കും ആ സഹപ്രവർത്തകർ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ? പ്രതീക്ഷിന്റെ ഈ പാട്ട് കേട്ടുകൊണ്ട് തൊഴിൽ ചെയ്യാന്ന് പറയുന്നത് വേറൊരു വൈബായിരിക്കും. അതെ അതെ, പ്രത്യേകിച്ച് ഈ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. നല്ല വെയിലത്തൊക്കെ നിന്ന് പണിയെടുക്കേണ്ടി വരും അല്ലേ? അതൊക്കെ കഴിഞ്ഞൊരു ഇടവേളയൊക്കെ കിട്ടുന്ന സമയത്ത് ഇടയ്ക്ക് പാട്ടൊക്കെ പാടി അല്ലേ? പാടിയിരിക്കാറുണ്ട്. ആണ്. ഓക്കെ. അപ്പം സ്വദേശം എവിടെ ഇപ്പോ? ഞാൻ കോഴിക്കോട് തിരുവമ്പാടി. അപ്പൊ അതുകൊണ്ട് പ്രതീഷ് തിരുവമ്പാടി എന്ന് പേരാക്കി അല്ലേ? പക്ഷെ ഒരു ചാലക്കുടിക്കാരന്റെ ഒരു ലുക്ക് ഉണ്ട് കലാഭവൻ മണിയിൽ അങ്ങ് അലിഞ്ഞു മൊത്തത്തിൽ. അപ്പൊ ഗംഭീരമായി. കോഴിക്കോട് തിരുവമ്പാടി കടുവയുടെ ശല്യമൊന്നും ഇല്ലല്ലോ? ഇല്ല, തിരുവമ്പാടി പോണം അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇന്ന് തിരിച്ചങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായി കൂടുതൽ വേദികൾ കിട്ടട്ടെ പ്രതീഷ്. അപ്പോൾ ഗംഭീരമായി പാടി ഉഷാറാക്കണം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കലാഭവൻ മണിയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഐ മീൻ അത്ര അടുപ്പമുള്ള ആളുകളായിരുന്നു. അത് ഞാൻ ഏഷ്യാനെറ്റിലായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പൺ, എന്ത് നമ്മൾ ഏത് സമയത്ത് ചെന്നിരുന്നാലും നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്ന ഒരാളെ പോലെയാണ് അല്ലേ? അപ്പം നേരിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് എപ്പോഴെങ്കിലും? ഇല്ല, കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഓക്കെ, താങ്ക് യു പ്രതീഷ്. അപ്പോൾ ഗംഭീരമായി. സന്തോഷം. ഗംഭീരം.